സംസ്ഥാന ആസൂത്രണ ബോർഡിലെ പരീക്ഷാ ക്രമക്കേടിൽ ആഭ്യന്തര വിജിലൻസ് സമർപ്പിച്ച റിപ്പോർട്ട് ഇന്ന് ചേരുന്ന PSC കമ്മീഷൻ ചർച്ച ചെയ്യും. പരീക്ഷാ വിഭാഗം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഗുരുതര വീഴ്ച ഉണ്ടായി എന്നാണ് റിപ്പോർട്ടിലെ പ്രധാന കണ്ടെത്തൽ. അതേസമയം ക്രൈംബ്രാഞ്ചിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പൂർത്തിയായിട്ടില്ല. അതിനാൽ ഇന്ന് റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറില്ല. അനുരു അശോകൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അതിനൊരു വലിയ ഞെട്ടിക്കുന്ന ഒരു സംഭവമായിരുന്നു ഈ PSC ക്രമക്കേടിന്റെ ഭാഗമായി പുറത്ത് നമ്മൾ കൊണ്ടുവന്നത്. അതിനുശേഷം ഉണ്ടായ വലിയ ഒരു അന്വേഷണം ഒരു ഭാഗത്ത് നടന്നു. അതിന്റെ ഒരു റിപ്പോർട്ടിലേക്ക് പോവുകയാണ്. പ്രത്യേകിച്ച് എല്ലാ ഭാഗങ്ങളിലേക്കും ആ അന്വേഷണം പൂർത്തീകരിച്ചിട്ടില്ല. ഇന്നെന്തായാലും റിപ്പോർട്ട് DGPക്ക് കൈമാറുകയും ചെയ്യില്ല. തീർച്ചയായിട്ടും രുചീഷ്, അങ്ങനെ തന്നെയാണ്. ന്യൂസ് മലയാളം ആണ് ഈ പറയുന്ന ആസൂത്രണ ബോർഡിലെ പരീക്ഷാ ക്രമക്കേടുകൾ സംബന്ധിച്ച വാർത്ത ആദ്യം പുറത്തു വരുന്നത്. അതായത് ചീഫ് തസ്തികകളിലേക്ക് നടത്തിയ പൊതുപരീക്ഷയിൽ 100 മാർക്കിനുള്ളതിൽ ഈ 58 മാർക്കിന് മൂല്യനിർണ്ണയം നടത്താതെ കേവലം 42 മാർക്കിന് മൂല്യനിർണ്ണയം നടത്തിക്കൊണ്ട് ഇടത് സംഘടനാ നേതാക്കൾക്ക് 1ാം റാങ്ക് നൽകി എന്നുള്ളതാണ് പ്രധാന പരാതി. ഇതിലായിരുന്നു ആദ്യം PSC ആഭ്യന്തര വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചത്. എന്നാൽ ഈ ആഭ്യന്തര വിജിലൻസ് അന്വേഷണം കൊണ്ട് കാര്യമില്ലെന്ന് കണ്ടതോടുകൂടിയാണ് UDF സർക്കാർ തന്നെ ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിക്കുകയും അതിൻ്റെ ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം ആരംഭിച്ചത്. എന്തായാലും ഇന്ന് ആഭ്യന്തര വിജിലൻസിൻ്റെ അന്വേഷണ റിപ്പോർട്ട് ഇന്ന് കമ്മീഷന് മുമ്പാകെ എത്തുകയാണ്. ഇതിൽ പരീക്ഷാ വിഭാഗത്തിന് ഒരു വീഴ്ചയുണ്ടായി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ കമ്മീഷൻ ചേർന്നുകൊണ്ടിരിക്കുകയാണ്. കമ്മീഷൻ്റെ ഉച്ചയോടുകൂടി നമുക്കിതിൻ്റെ ഒരു വിവരങ്ങൾ അറിയാൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം നേരത്തെ ക്രൈംബ്രാഞ്ച് IG അടക്കം വ്യക്തമാക്കിയിരുന്നത് തിങ്കളാഴ്ച റിപ്പോർട്ട് സമർപ്പിക്കുമെന്നുള്ളതായിരുന്നു. ഇത് സംബന്ധിച്ച ഒരു പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടാണ്. ഇതിലായിരുന്നു കേസ് എടുക്കണമോ വേണ്ടയോ എന്നുള്ള ഒരു തീരുമാനം ക്രൈംബ്രാഞ്ച് സ്വീകരിക്കുക. പക്ഷേ ഈ ചില നടപടിക്രമങ്ങളും കൂടി പൂർത്തിയാകുന്നതിന് വേണ്ടിയിട്ട് അടുത്തൊരു 48 മണിക്കൂർ വരുന്ന ഒരു 2 ദിവസത്തിനുള്ളിൽ ഈ റിപ്പോർട്ട് സമർപ്പിക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ജിജീഷ്. ശരി.